ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. സത്യം പറഞ്ഞ് ഇന്നലത്തേക്ക് ബഹളം കാരണം എൻ്റെ തൊണ്ടയൊക്കെ പോയി ഡബിൾ സൗണ്ടൊക്കെയാണ് വരണത്. സോ ഇന്നത്തെ ഡേ ഭയങ്കര വലിയൊരു സംഭവമാണ്. ബിക്കോസ് 3 ദിവസമായിട്ട് ഉറങ്ങിയില്ല, അപ്പോൾ ഇന്നുകൂടെ കൂട്ടി 4 ദിവസമായിട്ട് ഉറങ്ങിയില്ല. അതൊരു വലിയ സംഭവം. ആൻഡ് ഇന്ന് എൻ്റെ അപ്പൂൻ്റെയും ലൈഫിലൊരു ഭയങ്കര സ്പെഷ്യലായിട്ടുള്ള ഡേ ആണ്. ബിക്കോസ് ഇന്ന് ഞങ്ങൾ ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ എല്ലാവിധ നമുക്ക് ഈ കല്യാണം കഴിഞ്ഞ് കിട്ടുന്നവരുള്ളൊരു ഇതുണ്ടല്ലോ, ആ ഒരു സംഭവം എനിക്കുണ്ട്. കാരണം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ കണ്ടില്ല. എനിക്കാണെങ്കിൽ ഒരു വൃത്തികെട്ട സ്വഭാവമാണ്. എനിക്ക് പ്ലാൻ ചെയ്ത പോലെ നടന്നില്ല എന്നുകൊണ്ട് ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവും. ഞാൻ എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ നടക്കണമെന്നില്ല, പക്ഷേ നടന്നില്ലെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ആവും. സോ അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ എല്ലാം നടക്കാൻ വേണ്ടിയിട്ട് പോവാണ്, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ആൻഡ് ഇന്ന് ഏപ്രിൽ 20 ഈ ഏപ്രിൽ 20 എൻ്റെ ലൈഫിൽ കുറേ പ്രത്യേകത ഉണ്ട്. ഒന്നെന്ന് പറയണത്, അതായത് ഞാൻ സൂപ്പർ ഹീറോയുടെ കല്യാണത്തിൻ്റെ അന്നാണ് അപ്പു എന്നെ ആദ്യമായിട്ട് കാണുന്നത്. ഞാനന്ന് അപ്പുവിനെ കണ്ടില്ല. എനിക്ക് ഓർമ്മയില്ല അപ്പുവിനെ ഞാൻ കാണുന്നതെന്ന്, ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടില്ല. അപ്പോൾ ഇത് സൂപ്പർ ഹീറോ ഞാൻ കല്യാണം വിളിച്ച് പറഞ്ഞപ്പോഴാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. സോ അപ്പം ഞങ്ങൾക്ക് ഭയങ്കര കോയിൻസിഡൻസ് ആയിപ്പോയി. അല്ലേ, നമ്മളന്ന് കണ്ടുമില്ല. പക്ഷേ ഒരു 3-4 വർഷം കഴിയുമ്പോൾ ഞങ്ങൾ കല്യാണം കഴിക്കാനും പോണ്. സോ അത് വേറൊരു സംഭവം. ആൻഡ് ഈ ഒരു ഏപ്രിൽ 20 ഞാൻ ഇന്നലെ മീനു പറഞ്ഞപ്പോഴാണ് അറിയണത്, എൻ്റെ ലൈഫിൽ ഞാൻ 32 മണിക്കൂർ കരഞ്ഞൊരു ദിവസമുണ്ട്. അത് ഏപ്രിൽ 20. അത് ഞാൻ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ഞാനിങ്ങനെ പരാതിയല്ല, പരിഭവം ഗംഗയെന്ന് വേണമെങ്കിൽ പറയാം. ബിക്കോസ് ഞാനിങ്ങനെ പുള്ളിയെടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തിനാ എന്നെ ഇങ്ങനെ ചൂഴ്ന്ന് എന്നെ വിഷമിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് ഭയങ്കര പരാതി ഉണ്ട്. പക്ഷേ അന്ന് ആ പരാതി മേ ബി കേട്ടിട്ടുണ്ടായിരിക്കാം. ഇന്ന് ആ ഡേറ്റിൽ തന്നെ എൻ്റെ എല്ലാ സങ്കടത്തിൻ്റെ സൊല്യൂഷൻ ഇവിടെ കിടന്നുറങ്ങണം. ഞാൻ കാണിച്ചു തരാം എൻ്റെ ആ സങ്കടത്തിൻ്റെ സൊല്യൂഷൻ ഗൈസ്. ദാ ഇവിടെ കിടന്നുറങ്ങണുണ്ടേ. സംഭവം വേറൊന്നുമല്ല, റൂം അവിടെ ഉണ്ട്, പക്ഷേ റൂമിൽ അക്കുണ്ട്, പിന്നെ കുറച്ച് എഡിറ്റിംഗ് പരിപാടിയൊക്കെ നടക്കണമുണ്ട്. ഇവിടെ ഇരുന്ന് ഇവിടെ കിടന്ന് ഉറങ്ങി. ഞാൻ വിചാരിച്ചു ഉറങ്ങട്ടെ, ഒരു 3-4 മണിക്കൂറൂടെ നിൽക്കാൻ, ഉറങ്ങണമെങ്കിൽ ഉറങ്ങണം. കാരണം അപ്പോൾ തീരെ ഉറങ്ങിയിട്ടില്ല. ഞാൻ അപ്പോൾ സ്ട്രെയിൻ ചെയ്ത് വണ്ടിയൊക്കെ ഓടിച്ചുകൊണ്ട്, അപ്പോൾ ഓട്ടിക്കുമ്പോൾ എനിക്കാണ് ബുദ്ധിമുട്ട്, ഇത്രയും സ്ട്രെയിൻ ചെയ്ത് ഓട്ടിക്കുമ്പോഴത്തേക്ക്. ഞാൻ ഒരു ശിവഭക്തിയാണ് മെയിനായിട്ട്, നിങ്ങൾക്ക് അറിയായിരിക്കും. ശിവനാണ് എൻ്റെ മെയിൻ ആൾ. ഞാൻ എൻ്റെ എന്താ പറയുക, ഒരു ആരാധനാ പുരുഷനെന്നോ, എനിക്ക് പുള്ളിക്കാരൻ്റെ നമ്മൾ കേട്ടിട്ടുള്ള ഒരു മോഡൽ മാനറിസം ഒക്കെ, പുള്ളിക്കാരുടെ പ്രവൃത്തി, അതിൻ്റെ മാനറിസം എന്ന് പറയുന്നത് എന്തായിക്കോട്ടെ, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വലിയൊരു ശിവഭക്തിയാണ്, സ്റ്റിൽ ഞാൻ ശിവഭക്തിയാണ്. അപ്പം ഞാൻ അങ്ങനെ വിഷ്ണു ക്ഷേത്രങ്ങളിലോ കൃഷ്ണക്ഷേത്രങ്ങളിലോ പോവില്ല. ഞാൻ സ്ഥിരം എൻ്റെ മെയിൻ പരിപാടി നെടുമങ്ങാട് ശിവക്ഷേത്രം. ഞാൻ പണ്ട് മുതലുള്ളതാണ്. ഞാൻ അവിടെ ആ ഒരു തൂണിൽ പോയി ചാരി ഇരുന്നിട്ട് എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ കണ്ണീര് വീഴേ, മുട്ടുമുട്ട് പോലെ വീഴും. ഏങ്ങി വലിച്ചതും കരയില്ല. ഇങ്ങനെ എന്നിട്ട് ഞാൻ ഇങ്ങനെ പറയുമായിരുന്നു, ഇന്നലെ ഇങ്ങനെയാണ് നടന്നത്, ഇന്ന് ഇങ്ങനെയാണ് നടക്കാൻ പോണത്, എന്താണെന്നൊന്ന് കറക്റ്റായിട്ടൊന്നും മനസ്സിലാവില്ല. ഇങ്ങനെ ഒരു ഫ്രണ്ട് പോലെയാണ് എനിക്ക് ദൈവം എന്ന് പറയണത്. ഞാൻ അങ്ങനെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, ഞാൻ എന്തെങ്കിലും കല്യാണം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് ഞാൻ കല്യാണം കഴിക്കുകയുള്ളൂ. ഇതെൻ്റെ സ്വപ്നമാണ്, ഞങ്ങളുടെ ഒരു സ്വപ്നമാണ് പറയണത്. എൻ്റെ അപ്പൂൻ്റെ കല്യാണ ഡേറ്റ് എടുത്ത സമയത്ത്, കല്യാണ കാര്യം സംസാരിക്കുന്ന സമയത്ത് ഞാനും മീനാക്ഷിയും കൂടി ഇവിടെ ഗുരുവായൂർ വന്നിട്ടുണ്ടായിരുന്നു. ഗുരുവായൂരപ്പൻ്റെ അടുത്ത് ദേഷ്യമാണ്, കാരണം ഒരാഗ്രഹം സാധിച്ചു തരാത്തതുകൊണ്ട് ഇനി ഈ ജന്മം ഇങ്ങോട്ടില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. പക്ഷേ കുറച്ച് മാസത്തിൽ തന്നെ പുള്ളി എന്നെ വരുത്തിച്ച് ഏറ്റവും വലിയ കള്ളൻ്റെ അടുത്താണ് കള്ളക്കണ്ണൻ്റെ അടുത്താണ് ഞാൻ എൻ്റെ വാശിയും വെല്ലുവിളിയൊക്കെ എടുത്തതെന്നുള്ള കാര്യം പിന്നെയാണ് മനസ്സിലായത്. ഞാൻ ഇവിടെ വന്നു, ഞാൻ ഗുരുവായൂർ വന്നിട്ട് ഞാനിങ്ങനെ പറയാണ്, കണ്ണാ ഇങ്ങനെയാണ് എൻ്റെ ലൈഫിൽ നടക്കണത്. ഞാനിനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു സംസാരമുണ്ട്, അപ്പൂൻ്റെ കാര്യം ഇങ്ങനെ ഒരു സംസാരമുണ്ട്, എനിക്ക് മുന്നേ നടന്നേക്കാൻ നിനക്കറിയാം, എൻ്റെ ഗുഡ് ഫ്രണ്ടാണ്. അപ്പം എനിക്കും എൻ്റെ പേഴ്സണലി എൻ്റെ ക്യാരക്ടറൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണ് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നല്ലതാണെങ്കിൽ എനിക്ക് ചേർത്ത് തരിക, നല്ലതല്ല എന്നുണ്ടെങ്കിൽ പറിച്ചെടുത്തുകൊണ്ട് പോവുക. ഇതെപ്പോഴും എൻ്റെ പ്രാർത്ഥന ഉള്ളതാണ്. അങ്ങനെ പറിച്ചെടുക്കുമ്പോഴത്തേക്ക് ഞാൻ നല്ലൊരു ഒട്ടിക്കാണും. അപ്പോൾ അത് എന്നെ ഒരുപാട് അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ എന്നെ പറിച്ചെടുക്കണം എന്നുള്ള പ്രാർത്ഥന ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഞാൻ ഇതൊക്കെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച്, ഞാൻ 12 മണിക്ക് കയറിയിട്ട് ഞാൻ 6 മണിക്കാണ് ഞാൻ അമ്പലത്തിൻ്റെ ശ്രീകോവിലിനകത്ത് കയറണം. അത്രയും കുറേ ക്യൂ നിന്നിട്ട് ഞാൻ എങ്ങനെ തൊഴുമ്പോൾ എൻ്റെ ഫ്രണ്ടിൽ ഒരു ചേട്ടനും ചേട്ടൻ്റെ കുഞ്ഞുമാണ് ഉള്ളത്. അതൊരു ബേബി ബോയ്,
കൊച്ചെന്നെ ഇങ്ങനെ നോക്കി കൊച്ചെൻ്റെ മുഖത്തൊക്കെ ഇങ്ങനെ ആക്കുമല്ല കൈയൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ആക്കിയിരുന്നു. എൻ്റെ ഫ്രണ്ടിലൊരു ദുമക്ക് ചേട്ടനായതുകൊണ്ട് തന്നെ ചേട്ടൻ്റെ കയ്യിൽ ഒരു കൊച്ചെണ്ണെ കാണാനേ എനിക്ക് പാടില്ല. പിന്നെ ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ ഗുരുവായൂർ വന്നിട്ടില്ല, എൻ്റെ ഫസ്റ്റ് ടൈമാണ്. പണ്ടെപ്പോഴും അക്കുൻ്റെ ചോറ് ഉടുപ്പിന് വന്നിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട്. വന്നിട്ടുണ്ട്, പക്ഷെ എനിക്കൊരു ഓർമ്മയില്ല. മഞ്ചാടിക്കുരു മാളു വരുന്നത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്, അല്ലാതെ എനിക്ക് ഒരു ഓർമ്മയില്ല. അപ്പോൾ എനിക്ക് കാണാനേ പറ്റില്ല. അപ്പം ഞാൻ അവിടെ നിന്ന് വെച്ച് പരിഭവം പാർവതി ഞാൻ പറയുന്നത്, മീനാക്ഷി ഇത്രയും നേരം നിന്നിട്ട് എനിക്കൊന്ന് കാണാൻ പറ്റിയില്ല, എല്ലാം അടി ഭയങ്കര വിഷമമായിരുന്നു, എനിക്ക് കാണാൻ പറ്റുക. അങ്ങനെ ഞങ്ങൾ ഉറങ്ങാതെ എനിക്ക് ക്യൂവിൽ നിന്ന് ഞങ്ങൾ വന്ന് കിടന്നുറങ്ങിയിട്ട് പിറ്റേന്ന് വീട്ടിൽ പോകണം. വന്ന് ഉറങ്ങിയിട്ട് ഞാൻ കാണുന്ന സ്വപ്നമാണ് ഞാൻ നിങ്ങളടുത്ത് പറയാൻ പോണത്. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഞാൻ കിടന്നുറങ്ങിയിട്ട് ഞാൻ പച്ച ബ്ലൗസ്, ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടാണ് ആ സ്വപ്നം കണ്ടത്. പച്ച ബ്ലൗസിൻ്റെ ഇവിടെ പഫ് സ്ലീവ്സ്, ഒരു സെറ്റും ഉണ്ട്, വാട്ടവർ ആ ഒരു കാറ്റഗറിയിലുള്ളത്. എൻ്റെ കഴുത്തിലൊരു പച്ച തുളസി ഹാരമുണ്ട്. അപ്പം ഞാൻ ക്യൂവിൽ നിൽക്കുകയെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ഞാൻ ക്യൂവിൽ നിൽക്കണത് എങ്ങനെയാണ്, കാരണം ഞാൻ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ക്യൂവിൽ നിൽക്കുന്ന സമയത്ത് അത്രയും പുള്ളിയുടെ അടുത്ത്. അപ്പം ഞാനിങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ അപ്പു വന്നിട്ട് തട്ടി വിളിച്ചത് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് ഞാൻ അടുത്ത കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സിനിമാറ്റിക് സ്റ്റൈലാണ് ഞാൻ കണ്ടത്. എൻ്റെ ക്രിയേറ്റിവിറ്റി അത്ര സൂപ്പറായിരുന്നു. അടുത്ത കട്ട് ഞാൻ വെച്ചാൽ, ഞാൻ ശ്രീകോവിലിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ ഇതേപോലെ ഞാനിങ്ങനെ ഫ്രണ്ടിൽ നിന്നിട്ട് ഞാൻ തൊഴുവേണം. ഞാനും അപ്പും കൂടെ നിന്നാണ് തൊഴുവണ സമയത്ത് എൻ്റെ അമ്മ ഒരു ആൺകൊച്ചിനടുത്ത് എൻ്റെ കയ്യിൽ കൊണ്ടു തന്നിട്ട് അമ്മ പറഞ്ഞ്, പെണ്ണേ വാ ചോറ് കൊടുക്കാൻ സമയമെന്ന്. ഞാൻ സത്യം പറയാം ഗൈസ്, ഞാൻ ഇങ്ങനെ ഇരുന്നത് ഇങ്ങനെ. അത് കഴിഞ്ഞിട്ട് എൻ്റെ തൊട്ട് താഴെ 3 ആൺപിള്ളേർ എന്നെ അമ്മ വാ പോവാന്ന്. ഇത് എനിക്ക് ട്രോമയാണ്. ഞാൻ ഭയങ്കര ഇതായിരുന്നു. എനിക്ക് 2 ദിവസം ആ സ്വപ്നം എൻ്റെ മൈൻഡിൽ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ പിടിച്ചിങ്ങനെ കുലുക്കി കളഞ്ഞു. ഞാനത് കണ്ടിട്ട് ഞാനിങ്ങനെ ആ പിള്ളേർ, ആ 3 ആൺകൊച്ചും അമ്മ തന്നൊരു കൊച്ചും, എനിക്ക് ടോട്ടൽ 4 പിള്ളേർ ഗൈസ്. ആൻഡ് എനിക്കിത് ഇപ്പോഴും പറയുമ്പോഴും രോമാഞ്ചം വരണമുണ്ട്. എനിക്ക് 4 പിള്ളേർ. ഞാൻ എങ്ങനെയെന്ന് വെച്ചാൽ അതിൽ ഒരെണ്ണം കറക്റ്റ് അപ്പൂനെ പോലെയാണ്. എനിക്കത് എങ്ങനെയെന്ന് പറഞ്ഞുകൂടാ, ആ ഫേസ് അതേപോലെ ഉണ്ട്. അപ്പൂനെപ്പോഴും ഞാൻ നോക്കി, അപ്പു എൻ്റെ കൈ പിടിച്ച് ഞാൻ ഈ പിള്ളേരെയും കൊണ്ട് ഇതാ പോണു. 4 പിള്ളേരും ഞാനും എൻ്റെ ഭർത്താവും. എനിക്ക് ആ സ്വപ്നം എനിക്കെങ്ങനെ എന്നെ ബ്ലെസ് ചെയ്തതാണോ അതോ ഇനി നമ്മളിതൊക്കെ മനസ്സിലുണ്ട് തോന്നിയാണോ? പക്ഷെ എനിക്കെന്തോ ഞാനിത് പറഞ്ഞപ്പോഴത്തൊക്കെ അപ്പു എല്ലാം എൻ്റെ അടുത്ത് ഞാൻ അനുഗ്രഹമാണ്, നിന്നെ അനുഗ്രഹിച്ചേണ്. പക്ഷെ എൻ്റെ ലൈഫിൽ ഞാൻ ഗുരുവായൂർ വരൂല എന്ന് തീരുമാനം എടുത്ത ആളാണ്. പക്ഷേ ആ ഗുരുവായൂർ അമ്പല നടയിൽ വെച്ചിട്ടാണ് എൻ്റെ കല്യാണം. ഞാനിതെന്ത് നിങ്ങളടുത്തത് ഷെയർ ചെയ്യണമെന്ന് വെച്ചാൽ, ചില സമയത്ത് നമ്മുടെ അടുത്തുനിന്ന് നമ്മൾ പ്രാർത്ഥിച്ചൊരു സാധനം നമുക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി. അതിനേക്കാളും ബെറ്ററായിട്ടുള്ള നമ്മളെ ഒരു സോൾ ട്രാൻസ്പാരൻസി ഇല്ലേ, അതേപോലൊരു സാധനം നമ്മളെ ലൈഫിലോട്ട് തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണെന്ന് വിചാരിച്ചാൽ മതി. സോ ഇതാണ് എൻ്റെ സ്വപ്നം. ഞാനിത് വന്ന് അമ്മ മീനാക്ഷി അടുത്ത് അപ്പോഴേ പറഞ്ഞ്, അക്കു അബി അപ്പം തന്നെ എല്ലായിടത്തും ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാനിത് കല്യാണമൊക്കെ ഉറപ്പിച്ചതിന് ശേഷം ഞാൻ അപ്പുവിൻ്റെ അടുത്ത് പറഞ്ഞ്, കാർത്തികേൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ്. എനിക്ക് ഭയങ്കര ഇതായിരുന്നു. കാരണം ആ സ്വപ്നം എനിക്കിങ്ങനെ ആ കൊച്ചുങ്ങൾ, എനിക്കതിൽ 2 പിള്ളേരെ മുഖം ഓർമ്മയില്ല. ഒന്ന് അപ്പൂനെ പോലെ, ഒന്ന് എൻ്റെ മുഖത്ത് ഇങ്ങനെ എന്നാക്കിയിട്ട് എൻ്റെ മുഖത്തടിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഗൈസ് ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കണത്. സ്വപ്നം കൊണ്ട് കണ്ടിട്ട് കാണാൻ കല്യാണം കഴിക്കാൻ വെച്ചാൽ ഒരിക്കലും അല്ല. ഇത് ഞങ്ങൾ വളരെ ഇതായിട്ട് എടുത്ത തീരുമാനമാണ്. യെസ്, അങ്ങനെ ഞാൻ ഈ സ്വപ്നം കണ്ട എൻ്റെ 4 പിള്ളേരെ അച്ഛനാണ്. ഒന്ന് കാണിക്കും അവിടെ അങ്ങനെ കമന്ന് കിടന്നുറങ്ങണത് എൻ്റെ 4 പിള്ളേരെ അച്ഛൻ. 1 2 4 ആൺപിള്ളേർ. ഞാൻ അങ്ങനെ അറിയാം, എനിക്ക് ഷോക്ക്. ബേസിക്കലി ഐ എം എ ബേബി ഗേൾ ഫാൻ. എനിക്ക് കൊച്ചു പെൺപിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരുക്കി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് എനിക്ക് ആരെങ്കിലും എൻ്റെ കസിൻസിൻ്റെ കാര്യം പിള്ളേരെ കിട്ടിയാൽ ഞാൻ പിടിച്ച് ഒരുക്കി ഫ്രോക്കൊക്കെ ഇട്ട്, എനിക്ക് അതാണ് ഇഷ്ടം. കാരണം അക്കു അബിയും ആമ്പിളായിട്ടുണ്ടല്ലോ, എനിക്ക് എല്ലാ പിള്ളേരും ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ബബ് ഗേളിൻ്റെ അടുത്ത് കുറച്ച് സോഫ്റ്റ് കോർണറാണ്. ഇപ്പോൾ കൊച്ചുങ്ങളെ കുറിച്ച് പറയേണ്ട കാര്യമല്ല. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ സ്വപ്നം. അതുകൊണ്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, കല്യാണം ഗുരുവായൂർ അമ്പലനടയിൽ കൃഷ്ണൻ്റെ മുമ്പിൽ ഞങ്ങൾ കല്യാണം കഴിക്കുമെന്നുള്ളത്. അപ്പോൾ ഇപ്പോഴത്തെ മെയിൻ വെയിറ്റിംഗ് എന്ന് പറയണത് എൻ്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നിഷ ചേച്ചി, സ്റ്റൈലിസ്റ്റ് ഉണ്ട് എനിക്ക് വീണ. എന്തുകൊണ്ട് വീണ എടുത്തതെന്ന് വെച്ചാൽ, വീണ ഒരു സ്റ്റൈലിസ്റ്റുള്ള നമുക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. നമ്മളെ ഐഡിയാസ്, നമ്മളെ പല കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും. പിന്നെ എൻ്റെ സാരി ഡ്രേപ്പിസ്റ്റ് ഉണ്ട്, സാരി ഡ്രേപ്പ് ചെയ്യണ കൊച്ച് മരിയ. അപ്പോൾ എല്ലാവരും വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. സോ ഞാൻ ഉറങ്ങിയാൽ പിന്നെ ഞാൻ എണീക്കില്ല. എൻ്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഐ എം ജസ്റ്റ്
വെയിറ്റിംഗ്. എനിക്ക് സാരിയൊക്കെ ഇങ്ങനെ ഉടുക്കാനും എൻ്റെ ബ്ലൗസൊക്കെ കണ്ടിട്ട് ഞാൻ ഭയങ്കര ഇമോഷണലായിരുന്നു. കാരണം ഞാൻ ആഗ്രഹിച്ച പോലെയൊക്കെ നിഷ ചേച്ചി ബ്ലൗസൊക്കെ ചെയ്ത് ഭയങ്കര സന്തോഷമായി എനിക്ക്. ദാറ്റ്സ് ഓൾ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് അവർ വന്നിട്ട് കാണാം. ഗൈസ്, ഇത് ഇവരാണ് നമ്മളുടെ ടീം. ആകാശം ഞെട്ടിപ്പോയി, ഒരാളെ കൊല്ലാൻ വന്നാണ് ഒരു ലോഡ് ആൾക്കാരെന്ന്. ഇത് നമ്മുടെ പിന്നെ പറയണ്ടല്ലോ, മേക്കപ്പ് ആർട്ടിസ്റ്റ് നമ്മുടെ നിഷ ചേച്ചി. മേക്കപ്പ് ആർട്ടിസ്റ്റ് മാത്രമല്ല, എൻ്റെ എല്ലാം അല്ലേ ആണ്. സോ നിഷ ചേച്ചി. എൻ്റെ സ്റ്റൈലിസ്റ്റ് വീണ എനിക്ക് എന്തായാലും അറിയായിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് വീണ ഇത്ര ചന്തത്തിൽ കാണുന്നത്. ശ്രുതി എൻ്റെ എൻ്റെ വീണയുടെ അസിസ്റ്റന്റ് ആണ്. ഇനി വേറൊന്നിനെ കാണിക്കൂ. ഞാൻ പറയായിരുന്നു എൻ്റെ 4 പിള്ളേരെ അച്ഛനാണെന്നത് ഞാൻ സ്വപ്നം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്വപ്നം. ഓക്കെ, അപ്പം നമുക്ക് റെഡി ആവാം. നമുക്കിനി മേക്കപ്പ് കഴിഞ്ഞിട്ട് കാണാം. സോ ഗായ്സ്, അങ്ങനെ ഞാൻ റെഡിയായി. ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക്. ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എൻ്റെ അടിവയറ്റിൻ്റെ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം എനിക്ക് സ്കിൻ മേക്കപ്പാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. അതേപോലെ എനിക്ക് ഐ മേക്കപ്പും എനിക്ക് അതേപോലെ കിട്ടി. ഐബ്രോസ് എല്ലാം ഞാൻ ആഗ്രഹിച്ച പോലെ കിട്ടി. ആൻഡ് ഏറ്റവും എടുത്ത് പറയാനുള്ളത് നിഷ ചേച്ചി ചെയ്ത ബ്ലൗസാണ് കേട്ടോ. ഇത് കണ്ട തൃശൂലം വന്നിട്ട് പകുതി ഹാഫ് ഫേസ് ശിവൻ്റെയും പാർവതിയുടെയും, തൃക്കണ്ണ്, താമര, പിന്നെ ശിവൻ്റെ ഡോലക്ക്, നമ്മുടെ ശംഖൊക്കെ വച്ചിട്ട് ഈ ബ്ലൗസ് ഫുള്ളൊരു ശിവമയാണ്. ആൻഡ് ഈ സാരിയുടെ ഇവിടെ കൃഷ്ണനും രാധയുടെ ഒരു ഇതുണ്ട്, ഞാൻ കൊടുത്തേക്കാമേ. ഇതാണ് എൻ്റെ ഓവറോൾ ലുക്ക്. എൻ്റെ ഈ ഒരു ജുവലറി ഫുള്ള് ഗോൾഡൻ കപ്പിലാണ്. നമ്മുടെ നോസ്പിൻ ഇൻക്ലൂഡിങ് എല്ലാം ഗോൾഡൻ കപ്പിലെ ഓർണമെൻറ്റ്സ് ആണ്. സൂര്യനും ചന്ദ്രനും എനിക്ക് വേണമെന്ന് മസ്റ്റായിരുന്നു. ഇതാണ്. അയ്യോ, ഇത് വെറൈറ്റി ഒരു സാധനമുണ്ട്. ഇത് കണ്ട നിഷ ചേച്ചി നമുക്ക് വെറൈറ്റി പിടിച്ചു തന്ന്. നമുക്ക് എന്തോന്നും മയിൽപ്പീലിയും ചിലങ്കയും. ഇത് കുറച്ച് വെറൈറ്റിയാണ് കാണാൻ വേണ്ടിയിട്ട്. എപ്പോഴത്തേയും പോയല്ല, കുറച്ച് വെറൈറ്റി. നമ്മൾ പോകുമ്പോഴൊക്കെ ഇങ്ങനെ ആൾക്കാർ നോക്കും, നടക്കുമ്പോഴൊക്കെ. സോ ഇതാണ് അപ്പം ഓവറോൾ ലുക്ക്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ എനിക്ക് നന്ദി പറയാൻ ഒരുപാട് പേരുണ്ട്. എൻ്റെ സ്റ്റൈലിസ്റ്റ് വീണ കൈയടിക്കണം. പിന്നെ നിഷ ചേച്ചി അവിടെ എന്തോ പരിപാടിയായിട്ട് നിൽക്കുക. നിഷ ചേച്ചി ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. നിഷ ചേച്ചി ഒന്ന് വരണം. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എവിടെ ആയാലും എല്ലാം നല്ലതാണെന്നേ ഞാൻ വിശ്വസിക്കാനുള്ളൂ. എനിക്ക് എൻ്റെ അമ്മയെ പോലെയാണ് ഗൈസ്. വന്നേ പറ്റുള്ളൂ. എനിക്ക് വന്നേ പറ്റുള്ളൂ. ഇങ്ങോട്ട് വരണം. ഇത് കൊടുത്തിട്ടാണ് ഞാൻ അനുഗ്രഹം വാങ്ങാനുള്ളത്. ചേച്ചി വാങ്ങിച്ചേ പറ്റുള്ളൂ. ഇതെൻ്റെ ഏറ്റവും സന്തോഷമാണ് ഞാൻ തരണത്. വാങ്ങിച്ചേ പറ്റുള്ളൂ. കൈ നീട്ടി എന്നെ മനസ്സരിഞ്ഞ് എന്നെ ഇല്ല, അത് പറ്റൂല. ദീർഘസുമംഗലിയായിരിക്കും എന്നെ അനുഗ്രഹിക്കണം. ഇല്ല, എന്നെ സ്വന്തം മോളായിട്ടാണ് കണ്ടേക്കണത്. ഞാൻ ഏത് പാതിരാത്രി ചെന്നാലും എനിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. അപ്പോൾ എനിക്ക് അത്ര പ്രിയപ്പെട്ടതാണ്. വേണ്ട ബ്ലൗസ് ഫുള്ള് വർക്ക് ചെയ്ത്, അതായത് അങ്ങ് കൊടുത്തതേ ഓർമ്മയുള്ളൂ. അങ്ങോട്ട് പണി തുടങ്ങിയതാണ്. നിങ്ങൾക്ക് ഇതേ കണക്ക് കല്യാണത്തിന് ബ്ലൗസിലൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മസ്റ്റ് കോണ്ടാക്ട്. നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടം വരൂല, നിങ്ങൾക്കൊരു നിരാശയും വരൂല. അത്ര അടിപൊളിയായിട്ട് ചെയ്തു തരും. പിന്നെ ആദ്യം അനുഗ്രഹം അങ്ങനെ ചേച്ചിരുന്നു. ഞാൻ വെറ്റിലേയും ബാക്കും തിരിച്ചെടുക്കണം. ഇല്ല, എന്റെ ഗുരു പിടിക്കണം. ഓക്കെ അമ്മക്കെ ഇനി പോയി അപ്പൂനെ കാണാം. ഞാൻ പത്മരാജ മൂവീസിന്റെ ഭയങ്കര ഫാനാണ്. മെയിൻലി ഞാൻ ഗന്ധർവൻ സിനിമ ഞാൻ എൻ്റെ ലൈഫിൽ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിഞ്ഞു. ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ളൂ. കാരണം അതെന്ന് വെച്ചാൽ ഗന്ധർവൻ ഇങ്ങനെ ആ ഒരു ലോൺലെസ് തരൂല. നമുക്കിങ്ങനെ ആവശ്യമാണ്, നമുക്കൊരു ക്വാളിറ്റി ടൈം തരും, സംസാരിക്കും. അപ്പോൾ എനിക്ക് അപ്പൂനെ എപ്പോഴും എനിക്ക് ആ സിനിമ കാണുമ്പോൾ എനിക്ക് റിലേറ്റ് ആവും. കാരണം ഞാൻ എത്ര രാത്രിയാണെങ്കിലും ഞാൻ അപ്പൂനെത്തി വിളിക്കണം, എനിക്ക് വയ്യാൻ സംസാരിക്കും. അപ്പം അവിടെ എല്ലാം കളഞ്ഞിട്ട് അവിടെ എൻ്റെ അടുത്ത് സംസാരിക്കും. സോ അതുകൊണ്ട് എൻ്റെ ഗന്ധർവനാണ്. അപ്പം ഞാൻ നിശ്ചയിച്ചെടുത്ത് പറഞ്ഞു, ചേച്ചി ഗന്ധർവനെ പോലെ എനിക്കൊന്ന് സെറ്റ് ചെയ്ത് തരണമെന്ന്. അപ്പം നമുക്ക് ഗന്ധർവനെ കണ്ടിട്ട് വരാം. സോ നമുക്ക് അപ്പൂനെ കാണാം. കുട്ടൻ ഞാൻ വരട്ടാ. സൂപ്പർ അല്ലേ ബ്ലൗസ്? അല്ലേ, നോക്കട്ടെ. കാപ്പ് കൊള്ളാൻ പൊന്നെ. ഇത് പൊന്നിന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞെന്ന് ഓവറായിപ്പോ എങ്ങനെ വല്ല? ഇല്ല, സെറ്റാണ്, ഇത് സെറ്റാണ്. കൊള്ളാമോ? എന്റെ ബാക്ക് വെക്കണം.
തലയിലെ ആ അതിനും കൊള്ളാം. എന്തൊരു ഓക്കെ, താങ്ക് യു. കൊള്ളാം, നല്ല രസമുണ്ട്. സോ ഗൈസ്, ഫൈനലി ഞങ്ങളിതാ ഷൂട്ടൊക്കെ കഴിഞ്ഞ് കുറുമ്പൂർ മനയല്ലേ അവിടെ വെച്ചിട്ടായിരുന്നു ഷൂട്ട് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ ഇപ്പം അമ്മയും എല്ലാവരും 2 ഫാമിലിയും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് അവർ നിൽക്കുന്ന റൂമിലോട്ട് പോകാൻ വേണ്ടിയിട്ട് പോവാണേ. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഫോട്ടോ എടുത്തപ്പോഴാണ് അറിഞ്ഞ ഇന്ന് അവിടെ വെച്ച് 200 സംതിങ് കല്യാണം ഉണ്ടെന്ന്. എനിക്ക് അപ്പോഴേ എനിക്ക് എൻ്റെ കിളി പറന്ന് 200 സംതിങ് കല്യാണം. താലി ഇങ്ങനെ തരും, പെട്ടെന്ന് ഓടിക്കോണമല്ലേ, കെട്ടായിരിക്കും, പെട്ടെന്ന് ഓടിക്കോണമെന്ന് പറയുമായിരിക്കും. സോ വളരെ അടിപൊളിയാണ്. അപ്പം ഇന്ന് അവിടെ 200 സംതിങ് കല്യാണമുണ്ട്. കൊള്ളാമോ ചേച്ചി? കൊള്ളാമോ? ഓക്കെ, ഓ താങ്ക് യു. കുട്ടി നല്ല സുന്ദരിയായിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ധാവണി കൊടുത്ത് കാണുന്ന. ഇങ്ങനെ പോസിറ്റീവ് വൈബ് നമുക്കിങ്ങനെ കോരി ഒഴിഞ്ഞ് വന്നപ്പോൾ അല്ലേ നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു. പക്ഷേ ഭയങ്കര പോസിറ്റീവ് എനർജി. അതെ, അവർ ഭയങ്കര പോസിറ്റീവ് ഫാമിലിയാണ് കേട്ടോ. നിശ ചേച്ചി പൊളി. ആ ചേച്ചി സെറ്റ്. ഞാൻ അവരെ കണ്ടിട്ട് ടച്ച്. ഓ, ഞാൻ പോയി അവരെ ഒന്ന് കണ്ടിട്ട് വരാമേ. കെട്ടിയാൽ മതി, ഞാൻ പോയി എല്ലാവരും അനുഗ്രഹം ഓടി നടന്നൊന്ന് വാങ്ങട്ടെ. സെറ്റ് ആൾക്കാരുണ്ട്. അവിടെ ഭയങ്കര ഇത് കേട്ടോ, അവർ തുറക്കണമെന്നില്ല, ഇത്ര ഡിമാൻഡുള്ള ഓ എല്ലാവരും റെഡി ആവണം അവിടെ. ഒന്ന് തുറക്കും. SLC പരീക്ഷയ്ക്കുള്ളിൽ എനിക്ക് ഇത്ര ടെൻഷൻ ഇല്ലായിരുന്നു. എൻ്റെ അമ്മയൊന്ന് കാണിച്ചു തരുമോ എനിക്ക്? ആ എല്ലാരും നല്ല ആവരണ വിഭൂഷയായി നിൽക്കുന്നു. എനിക്ക് എന്തൊരു കണ്ടപ്പം തന്നെ സന്തോഷം. എല്ലാരും സൂപ്പർ, നല്ല രസമുണ്ട്. മീനും എല്ലാരും സൂപ്പർ. അവരിടൂലെന്ന് പറഞ്ഞ് ഇടിയിപ്പിച്ച മാലയാണ് ഇതൊക്കെ. എല്ലാരും നിരന്നവാ, ഞാൻ ഒളിച്ചോടി പോണോണ്ടാണ് കാര്യം. വാ എല്ലാരും വാ, എൻ്റെ ആവിക്കുട്ടം നോക്കട്ടെ. എല്ലാരും സൂപ്പർ. വാ കരുതി മാടി. അനാമിക, ഗോപിക, എല്ലാരും കിടിലങ്ങൾ. പറയാൻ എനിക്ക് വാക്കുകളില്ല. മാമി എവിടെയമ്മേ? മാമി ഇതൊരു മാല. ഞാൻ മാമിയാ എല്ലാരും ഞാൻ ആഭരണ വിഭൂഷയൊക്കെ ആയി നിർത്താനായിരുന്നു എൻ്റെ ആഗ്രഹം. നിങ്ങളെ കണ്ണിന്റെ മേഖല എന്തൊരു കളർ, നിങ്ങൾ ഭയങ്കര ഫാഷൻ തന്നെ ഇപ്പൊ. എല്ലാരും കൊള്ളാം നോക്കട്ടെ. ഓ എന്താ നേരിച്ചുണ്ട് ഇടാ, കൊള്ളാം. എല്ലാം എടി നല്ല രസമുണ്ട് എടി. എല്ലാരും കരയുന്നു, സത്യം പറ. അയ്യോ നല്ല ചന്തമുണ്ട്. എല്ലാരും സൂപ്പർ. എല്ലാരും ഇങ്ങനെ കരയില്. അമ്മയെ കാണുമ്പോഴേ ഇവിടെ ഇത്രയും പേര് കരയുമ്പം സൈക്കോളെ പോലെ ചിരിക്കണ ഒരേ ഒരാളാണ്. വാ എങ്ങനെയുണ്ട് അപ്പൂപ്പ? കൊള്ളാമോ? എൻ്റെ അമ്മൂമ്മ ഹോസ്പിറ്റലിലാണേ. കൊള്ളാമോ? നോക്ക്.
എല്ലാരും സൂപ്പർ അല്ലേ മക്കളെ? എന്താ ഇത്? കൊള്ളാമോ? അടിപൊളി. ധാരാടാ നമ്പൂതിരിയോ? മക്കളെ നല്ല ഭംഗിയുണ്ട്. കൊള്ളാമോ? അടിപൊളി. എല്ലാരും കൊള്ളാലോ? അടിപൊളി. മണിക്ക് തുടങ്ങി ഒരുക്കാണെന്ന് അറിയാവോ? എല്ലാം കൂടാ ചേട്ടാ നീ എത്ര മണിക്ക് ഒരുങ്ങി? 2:30 മണിക്ക്. 2:30 മണിക്ക് ഒരുങ്ങി തുടങ്ങിയാ? മകളെ അതീവ സുന്ദരിയായിട്ടുണ്ട്. ഭയങ്കര രസം. സാരി ഉടുത്തതൊക്കെ അടിപൊളി. കിടക്കട്ടെ ഇട്ടോട്ട് മകളെ എല്ലാം മംഗളമായിട്ട് വരും. അമ്മ ചേട്ടാ ഇതൊക്കെ നോക്ക്. എന്റെ ശിവൻ. ശിവൻ എവിടെ? ശിവൻ തൃശ്ശൂലത്തില് ശിവൻ. സുഹൃത്തുക്കളെ ഗംഗ ഒരു ശിവഭക്തിയാണ്. അപ്പുറത്തെ കയ്യിലുണ്ടാടി ശിവൻ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ. ശിവന്റെ ചെണ്ട, ഡുമരു, ശംഖ് എല്ലാം ഉണ്ട്. ശിവൻ ഫുൾ ശിവമയ. ഇല്ല ഇല്ല ശംഖ് ഇനി വേറെ ഉണ്ട്. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഒരു കൃഷ്ണൻ രാധയുണ്ട്. കപ്പിൾസാ, എല്ലാരും കപ്പിൾസാ. നല്ല രസമുണ്ട്. അത് നീ പറയാൻ വേണ്ടി പറഞ്ഞതല്ല. ഇല്ല നമ്മൾ മറ്റേ ഇതുണ്ടല്ലോ ആ ഒരു മൂഡ് പിടിച്ചിട്ടുണ്ടാവും. ഇയാൾ ഇങ്ങനെയാണോ നിൽക്കണേ? എന്റെ ആഭരണ വിഭൂഷിയായി തന്ന കമ്മിറ്റി പ്രസിഡന്റ് കാർത്തികേയൻ, നന്ദുചേനും ഭാരഭാഗികൾക്കും ഈ അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. താങ്ക്സ് ചേട്ടാ. കൊള്ളാം. കറക്റ്റ് കുറച്ച് ലൂസ് ആയിരുന്നല്ലോ, പക്ഷെ ഇത് ഊരിയിട്ടിടുമ്പോഴത്തേക്ക് കറക്റ്റ് ആവും. ഇഷ്ടപ്പെട്ടു, നന്നായിട്ടുണ്ട്. എനിക്ക് ഓറഞ്ചിനോട് ഒരു ഭയങ്കര താല്പര്യമാണ്. കൊള്ളാമോ? നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ചേട്ടാ എനിക്ക് രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. വരണം. ഇവിടെ നമ്മൾ തിരിച്ചൊരു ഫോട്ടോ എടുക്കാം. വായോ അടിപൊളിയാവുമല്ല. സോ ഗൈസ്, ഞങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മൾ ഗുരുവായൂർ പോയിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ വെച്ചിട്ട് ഞങ്ങൾ കല്യാണം കഴിക്കുന്നതാണ്. തിരക്കൊന്നുമില്ല. ആകെ 200 എത്ര കല്യാണമേ ഉള്ളൂ. അത് തന്നെ പെട്ടെന്ന് തന്നെ കെട്ടി കഴിഞ്ഞ് വരിക എന്നായിരുന്നു ആഗ്രഹം. ഇനിയിപ്പോൾ കുറച്ച് നമ്മൾ ക്യൂലൊക്കെ നിന്നിട്ട് വരാം. അപ്പൊ പോവാൻ കല്യാണം കഴിക്കാൻ. അച്ഛൻ വരും. അച്ഛ നമ്മളെ മണ്ഡപത്തിൽ കയറണം. ഒരു ക്യൂ നിൽക്കണം. അച്ഛൻ, അമ്മ, എൻ്റെ അപ്പൂപ്പ, അമ്മ, ഇത്രയും പേര് നമുക്ക് ഞാനും അപ്പവും പോയി ക്യൂ നിൽക്കണം. അപ്പൊ നമുക്ക് ഓട്ടോയിൽ പോവാം ക്യൂ നിൽക്കാൻ. അവരൊക്കെ നടന്നു വരട്ടെ, എല്ലാവരും പോവാം. ചേട്ടാ അമ്പലത്തിലാണ് ചേട്ടാ. ഞങ്ങള് കല്യാണം കഴിക്കാൻ പോണേ. ബായ്. നമ്മള് പേപ്പറൊക്കെ ഉണ്ടേ. ചാച്ചാ അത് കൊടുക്കണോ? 1.5 ടോക്കൺ. നമ്മള് എത്താറായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വപ്നം ഞാൻ പറഞ്ഞു പൊന്നെ. സ്വപ്നം പറഞ്ഞ
ഗായ്സ് അങ്ങനെ നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞു. അങ്ങനെ നമ്മള് ടോക്സിക് ആണ്. സിന്ദൂരം ഇട്ടില്ലെന്നുണ്ടെങ്കിൽ ശരിയാക്കുമെന്ന് പറഞ്ഞ് പേടിച്ച സിന്ദൂരം ഇട്ടു. അങ്ങനെ ഞങ്ങൾ കല്യാണമൊക്കെ കഴിച്ചത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങോട്ട് എന്നാൽ രാവിലെ ഫുഡ് കഴിച്ചില്ല, ഭയങ്കര ടയേർഡായിരുന്നു. അങ്ങനെ പോയി ഫുഡൊക്കെ കഴിച്ച് റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് കുളിച്ച് ഫ്രഷായി വന്നു എല്ലാവരെയും പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു കല്യാണം? ഇല്ല. സോ ഞങ്ങള് എന്നുവെച്ചാൽ ഷടപടേന്നായിരുന്നു. അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു, ചുറ്റുന്നു, വലം വെക്കുന്നു, തൊഴുകുന്നു, താലിയിട്ടു. അതാ പറഞ്ഞു പറയപ്പോ. ഓക്കെ, ഇന്ന് 200 സംതിങ് കല്യാണം ഉണ്ടായിരുന്നു അവിടെ. ഞാൻ വിചാരിച്ച ആരും ഇല്ലാത്തൊരു സമയത്ത് 80. നമ്മളത് 171. ഇപ്പൊ എന്താ ഇവരെല്ലാം തിരിച്ച് വീട്ടിൽ പോവേണേ. ഇതൊരു സന്തോഷമില്ലാത്ത അവിടെ കണ്ട ഒരാൾക്ക് ഡിപ്രഷൻ പോണോണ്ട്. ടാറ്റാ. ടാറ്റ ടാറ്റ. ഫൈനലി ഗൈസ് അങ്ങനെ അവരെല്ലാരെയും ഞങ്ങൾ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ് സത്യം. യാത്രയാക്കി. ബിക്കോസ് ഞങ്ങൾ പോകാത്തതെന്ന് വെച്ചാൽ നമ്മളെ സുന്ദറിലാണ് വന്നത്. നിങ്ങൾക്ക് എൻ്റെ കണ്ണ് കണ്ടാ അറിയാം. ഭയങ്കര പഫ്യൂട്ടാണ്. ഉറങ്ങിയിട്ടില്ല സീരിയസ്. ഇന്നലെ ഞങ്ങൾ ഉറങ്ങിയില്ല. 17, 18, 19, 24 ദിവസമായിട്ട് ഞങ്ങൾ ഉറങ്ങിയത് 3.5 മണിക്കൂറാണ്. രാത്രി ഞാൻ ഉറക്കം വരില്ല. കാരണം പിറ്റേ ദിവസത്തുള്ള കാര്യങ്ങൾ ഓർത്തിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലും നിൽക്കുമ്പോൾ ഉറക്കം. അതായത് ഇരിക്കുന്ന ഇരിപ്പിലൊക്കെ അങ്ങ് ഉറങ്ങി വീഴുന്നതാളെ. അതുകൊണ്ട് ഞങ്ങൾക്ക് പോണത് ഞങ്ങളിങ്ങനെ ഉറങ്ങിയൊക്കെ വണ്ടി ഓട്ടിക്കണം. അപ്പോൾ അതത്ര സേഫ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെയാണ് സ്റ്റേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നാളെ അവിടെ അപ്പൂൻ്റെ നേരെ അങ്ങ് അപ്പൂൻ്റെ വീട്ടിൽ പോവും. ഇന്നേ ഭയങ്കര അമ്പലത്തിനോട് ഭയങ്കര ചൂടായിരുന്നു. അപ്പം ഞാൻ ഇത് വിയർത്ത് ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരുന്നേ. അപ്പോഴത്തേക്ക് എനിക്കിത് ആ വിയർപ്പ് താന്ന് എനിക്ക് ജലദോഷമായി. ഓൾറെഡി ഗൈസ് നമ്മൾ പറഞ്ഞത് സിമ്പിൾ വെഡിങ്, നമ്മളിതാണ് അല്ലേ സിമ്പിൾ വെഡ്ഡിങ് എന്ന് ഉദ്ദേശിച്ചത്. പ്രീ വെഡ്ഡിങ് ഫംഗ്ഷൻ ഇല്ല, അങ്ങനെ സിമ്പിൾ ആക്കില്ല, അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പ്രീ വെഡ്ഡിങ് ഫംഗ്ഷൻ നമ്മുടെ ആ ഒരു ഇത് ഞങ്ങൾ കളർഫുൾ ആകണം, മെമ്മറീസ് അല്ലേ. ഇപ്പോഴും നമുക്ക് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴും അത് ആലോചിക്കുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ആലോചിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഞങ്ങളിവിടെ എല്ലാം ഇവിടെ കുറച്ച് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പോയി കല്യാണം കഴിച്ചു വന്നു. 10 മിനിറ്റ് എടുത്തതാണ് കല്യാണം കഴിക്കാനാ? അവിടെ കല്യാണം കഴിക്കാൻ 10 മിനിറ്റും എടുത്തില്ല പൂട്ടാ. അങ്ങോട്ട് തിരി ഇങ്ങോട്ട് തിരി, തൊഴുവ്, ദക്ഷിണ, അത് അത്ര പെട്ടെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു പക്ഷെ ഞങ്ങൾ കുറച്ച് അല്ലേ ടൈം എടുത്ത് കുറച്ച് നേരം. അതൊരു ആഗ്രഹമായിരുന്നു ഗുരുവായൂർ വെച്ച് കല്യാണം നടത്തണം എന്നുള്ളത്. പക്ഷെ നമുക്ക് ഇപ്പം അല്ലാതെ പുറത്ത് വെച്ചാണ് കല്യാണം നടത്തിയത്. നമ്മളെ ഇഷ്ടത്തിന് സമയമൊക്കെ എടുത്ത്. പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഞങ്ങൾ പിന്നെ വിചാരിച്ചു ഞങ്ങൾ ഇവിടെ ഒരു മനയുണ്ട് ഫോട്ടോഷൂട്ട്, ആ മനയിൽ പോയിട്ട് കല്യാണം നടത്താന്നല്ലേ. പക്ഷെ പിന്നെ വിചാരിച്ച് വേണ്ട, ഭയങ്കര ഇതാവും. ഞാൻ ഒരു ഡ്രസ്സ് അവിടെ നിന്ന് ഒരു ഡ്രസ്സ് ഭയങ്കര ഇതായിപ്പോയി. ഇതാകുമ്പോൾ സെറ്റ് എല്ലാവരും ഹാപ്പി ആയിട്ട് പോയി. ഭയങ്കര ഒന്നുമില്ല സന്തോഷത്തോടെ കല്യാണമൊക്കെ കഴിച്ചിട്ട് അങ്ങ് പോയി. ഇനിയിപ്പം നമ്മൾ നാളെ അങ്ങ് പോകും. ആൻഡ് ഇത് കണ്ട എനിക്ക് കാർത്തികേട്ടൻ തന്ന ഗിഫ്റ്റ്, നന്ദു ചേട്ടനും പാർവതി ചേച്ചി കാർത്തികേട്ടനും വർഷം തന്ന ഗിഫ്റ്റ്. കണ്ട് അല്ലേ, ബ്രേസ്ലെറ്റ് അല്ലേ, ഭയങ്കര ക്യൂട്ട് അല്ലേ, ഭയങ്കര പൂക്കിയായിട്ടുള്ള ഇത് നല്ല രസം ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ രാവിലെയൊക്കെ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ അത് ടെൻഷൻ തന്നെ. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ഞാൻ പ്ലാൻ ചെയ്തത് പോലെ അത് ഞാൻ പ്ലാൻ ചെയ്യണ തലേദിവസം ഇരുന്ന് പ്ലാൻ ചെയ്യില്ല. ഞാൻ ഈ മാസക്കണക്കിന് ആഴ്ച കണക്കിന് ഇരുന്ന് എഴുതി പ്ലാൻ ചെയ്യണം. അതിലൊരു മാറ്റം വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വെഡിങ്ങിന്റെ തലേദിവസമൊക്കെ നമ്മളെ പ്ലാൻ ഇടുകയാണ്. ഞാൻ ഭയങ്കര കുറച്ച് മൂഡ് ഓഫ് ആയിരുന്നു. എൻ്റെ പ്ലാനിലൊക്കെ കുറച്ച് മാറ്റമൊക്കെ വന്നുകൊണ്ട് അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വിവാഹിതരായി ഇരിക്കുന്നു. എന്തെങ്കിലും പറയണം. അപ്പം ഞങ്ങളെ സുന്ദറിനൊന്ന് ചാർജ് ഇടാൻ പോകണം. അപ്പം നമുക്ക് അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.